ഐഡിയേഴ്സ്, വെൽക്കം ടു ജ്യോതിർഗമയ ടാറ്റ് വേൾഡ്. പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളിലേക്ക് ഉടൻ വരാൻ പോകുന്ന ഗുഡ് ന്യൂസ് എന്തൊക്കെയാണെന്നാണ്. ഇപ്പോൾ ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഏഞ്ചൽ മെസ്സേജും വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളിലേക്ക് ഉടൻ വരാൻ പോകുന്ന ഗുഡ് ന്യൂസ് എന്തൊക്കെയാണെന്ന്. King of Pentacles, Queen of Cups, Two of Cups, High Priestess, King of Pentacles, Page of Wands, Hermit, Emperor, Four of Cups, Page of Swords, the World, Ten of Pentacles, bottom card, Five of Wands, Page of Cups ഒക്കെയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഗുഡ് ന്യൂസ്. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ പെൻഡക്കിൾസ്, കിങ് ഓഫ് പെൻഡക്കിൾസ്, 10 ഓഫ് പെൻഡക്കിൾസ്, ക്യൂൻ ഓഫ് പെൻഡക്കിൾസ്, ഇതിൻ്റെ എല്ലാ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പലർക്കും ധനത്തിൻ്റെ, സമ്പത്തിൻ്റെ ഒരു ഒഴുക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ പലർക്കും അത് അനുഭവിക്കാനുള്ള ഭാഗ്യമാണ് വരാൻ പോകുന്നത്. അതിപ്പോൾ ലോട്ടറി ഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ലാഭമായിരിക്കാം, പിന്നെ ജോലിയിൽ ഹൈ സാലറി ആയിരിക്കാം. അങ്ങനെ അതിനുള്ള സോഴ്സ് പലതുമാകാം. നിങ്ങളുടെ വർക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നായിരിക്കാം. വർക്കുമായിട്ട് തന്നെയല്ല, ഏത് രീതിയിലും അതിനുള്ള സോഴ്സ് പലതാകാം. അല്ലെങ്കിൽ കടം ചിലപ്പം കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും എവിടെ ഇൻവെസ്റ്റ് ചെയ്ത അതിൻ്റെ പ്രോഫിറ്റ് ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പല സോഴ്സ് പലതാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾ പലർക്കും അനുഭവിക്കാനുള്ള യോഗമാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ കാലമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നടക്കണം അല്ലെ വേണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കാൻ പോകുന്നു എന്നാണ്. ചിലപ്പോൾ അത് വീട് വിൽക്കുന്നതാകാം, സ്ഥലം വാങ്ങുന്നതാകാം, അല്ലെ വീട് സ്ഥലം വിൽക്കണമെന്ന് വിചാരിച്ച് കുറേ നാളായിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയാകാം. അല്ലെങ്കിൽ ലോൺ പാസ്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറേ നാൾ നടന്നിട്ട് ചിലപ്പോൾ അത് കിട്ടുന്നതായിരിക്കും. ജോലിയിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നവർ അതാകാം. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ പുതിയ ജോലി, അങ്ങനെയൊക്കെ ഉള്ള ഭാഗ്യങ്ങൾ നിങ്ങളിൽ പലർക്കും വരാൻ പോകുന്നതാണ്. അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടവർക്കൊക്കെ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത, അതിനുവേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവർക്കൊക്കെ നല്ല സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ച ചെറുതും വലുതുമായ കാര്യങ്ങളാണ്. ഇപ്പം വലിയ വലിയ കാര്യങ്ങൾ വേണമെന്നില്ല, ചെറിയ കാര്യങ്ങൾക്ക് ആഗ്രഹിച്ചിട്ട് അതുപോലെ നടക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിപ്പോൾ ഒരു സ്വർണമോ എന്തെങ്കിലും വസ്തുക്കളോ
അല്ലെങ്കിൽ വീട്ടിലെ ഫർണിച്ചർ സാധനങ്ങൾ, ആഡംബര വസ്തുക്കൾ, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ വാങ്ങാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചിരുന്നവർക്ക് അതൊക്കെ വാങ്ങാൻ പറ്റുന്ന സമയമാണെന്നാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹം അത് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഫാമിലിയിൽ സമാധാനവും സന്തോഷവും ഐക്യമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നവർ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് കഴിഞ്ഞിരുന്ന പലർക്കും ഒന്നിക്കാനും ആ സന്തോഷം അനുഭവിക്കാനും, അകന്നു നിന്നവർക്ക് ഒരു അടുക്കാനും നല്ലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രണയ ജീവിതത്തിലാണെങ്കിൽ ലവ് ലൈഫിൽ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും അടുത്തറിയാനുള്ളൊക്കെ അവസരം വരുന്നുണ്ട് എന്നാണ്. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴം എന്താണെന്ന് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ വിവാഹ പ്രപ്പോസൽ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിവാഹം നടക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ്, അല്ലെങ്കിൽ പുതിയ പ്രണയം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത. അതുപോലെ ഈ ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, രോഗത്തിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ആശ്വാസം, ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് ഫലിക്കുന്നില്ലെങ്കിൽ വേറൊരു ഡോക്ടറെ കാണുന്നത്, അതിലൂടെ ഒരു പക്ഷേ റിലീഫ് അങ്ങനെ ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള അവർക്ക് എന്തായാലും അവർക്കൊരു റിക്കവറി വരുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ പലർക്കും ധനം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നല്ല ഗ്രേറ്റ് ഐഡിയാസ് ഉള്ളവരാണ്. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായ കൃത്യനിഷ്ഠയോടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി ചെയ്യാൻ കഴിയുന്നവരാണ്. അതിലിപ്പോൾ നിങ്ങൾ ബിസിനസ്സായാലും അല്ലെങ്കിൽ കമ്പനിയിലായാലും, അത് നിങ്ങളുടെ വർക്ക് പ്ലേസ് എവിടെയായാലും, അത് സോഷ്യൽ വർക്കായാലും, എന്ത് കാര്യത്തിലായാലും നിങ്ങളുടെ കാര്യങ്ങൾ നല്ല അർപ്പണ മനോഭാവത്തോടെ ചെയ്യുന്നവരാണെന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികളെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നാണ്. ഇവിടെ ബോട്ടം കാർഡ് 5 ഓഫ് വാൻഡ്സ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികളെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അത്രയും നല്ല ഭംഗിയായി ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അസൂയ, കുശുമ്പ്, പാരവെപ്പ്, ചീറ്റിങ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നാണ്, വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ലൈഫിലേക്ക് സക്സസ് വരുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാനായിട്ട് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരല്ലേ, പഠിക്കാനായിട്ട് പോകാനോ അങ്ങനെയൊക്കെ ഉള്ള അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ അതിനൊരവസരം വരുന്നുണ്ട്. ചിലർക്കൊക്കെ അവനവൻ്റെ ഫാമിലിയിലായിരിക്കാം പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ വന്നിട്ടുണ്ടാവുക. നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ജോലി ചെയ്യുന്നിടത്ത് ഒക്കെ പല പല പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ്. നിങ്ങൾ അറിഞ്ഞതോ അറിയാത്തതോ ആയ കാര്യങ്ങൾക്കായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരുടെ ഇടയ്ക്കും ഒറ്റപ്പെട്ടു പോകേണ്ട ഒരവസ്ഥ വരിക. അങ്ങനെ പല പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനോ മനസ്സിലാക്കാനോ ആരുമില്ലാത്ത ഒരവസ്ഥ, അങ്ങനെയൊക്കെ നിങ്ങൾ പലർക്കും വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്കൊക്കെ അതിൽ നിന്നും ഒരു നിങ്ങളുടെ ഭാഗമാണ് ശരിയല്ല, നിങ്ങൾക്കൊരു സക്സസ്സാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടാകുന്നു. അതുവഴി നിങ്ങൾ സെൽഫ് ലവിലേക്ക് മാറുകയും ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്ത് നിങ്ങളുടെ ക്ഷമയുടെയും ആത്മസംയമനത്തിൻ്റെയും പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ്. അതിനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഗുഡ് ന്യൂസ്. ഓക്കെ, പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവാം. അത് നമുക്ക് ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം. ഓക്കെ, കാർഡ് ഒരുമിച്ച് കിട്ടിയതാണ്. ഹെൽപ്ഫുൾ പീപ്പിൾ, ഓപ്പർച്യൂണിറ്റി, റീകൺസിഡർ, റിക്കവറി. ഓക്കെ, ഹെൽപ്ഫുൾ പീപ്പിൾ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഒന്നും കൂടെ വിപുലപ്പെടുത്തുക,
അതുപോലെ തന്നെ നെറ്റ്വർക്കിങ്ങിലൂടെയൊക്കെ ഒരു കരിയർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയമാണെന്നാണ്. അതുപോലെ ഓപ്പർച്യൂണിറ്റി ഇപ്പം ടാരോ റീഡിങ്ങിലൂടെ നോക്കിയതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയാസ് ഉള്ളവരാണ്, എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന ഐഡിയാസ് കൃത്യമായിട്ടുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ അത് നന്നായിട്ട് വിനിയോഗിക്കുക. ആ ഐഡിയാസ് വെച്ച് നിങ്ങൾ പ്രവർത്തിക്കുക, ആക്ഷൻ എടുക്കുക. സക്സസ് നിങ്ങളുടെ ഭാഗത്താണെന്നാണ്. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഏത് കാര്യമായാലും, അപ്പോൾ ഒരു ന്യൂ കരിയർ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിനായാലും, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം തൽക്കാലം ജോലി ഇല്ലാതിരിക്കുകയാണ്, അല്ലെങ്കിൽ വിട്ടു നിൽക്കുകയാണ്, ഒരു പുതിയ ജോലി കണ്ടെത്താനോ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്ന ജോലിയിൽ നിന്ന് തിരിച്ചു കയറാനാണേലും, അല്ല നിങ്ങൾ അതിനൊക്കെയുള്ള ഒരു സാധ്യത വരുന്നുണ്ട്. അതാണ്. അതുപോലെ തന്നെ പലർക്കും ന്യൂ റൊമാൻസ് ജീവിതത്തിലേക്ക് വരാനുള്ള, ലവ് പ്രപ്പോസലൊക്കെ വരാനുള്ള ഓപ്പർച്യൂണിറ്റി, അങ്ങനെ പല കാര്യങ്ങൾക്കുള്ള നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഉടൻ തന്നെ നടക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ റിക്കവറി വന്നിട്ടുണ്ട്. റിക്കവറി എന്ന് പറയുമ്പം നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന ചലഞ്ചസ് അതെന്ത് തന്നെയായാലും, രോഗമായാലും, റിലേഷൻഷിപ്പിലുണ്ടായ പ്രശ്നമായാലും, കരിയറിലുണ്ടായിരുന്ന പ്രശ്നമായാലും, അതെന്ത് തന്നെ ആയാലും അതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉടനടി ഉണ്ടാകുമെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് വീണ്ടെടുക്കാനും അതുപോലെ തന്നെ ഒരു ജോയ്ഫുൾ ഫ്യൂച്ചർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിന് താങ്ക്സ് പറയാം. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒഴിവായി പോകുന്നതിന് യൂണിവേഴ്സിന് താങ്ക്സ് പറയാനാണ്. യൂണിവേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് ഹെൽപ്പ് ചോദിക്കുക. അതുപോലെ കിട്ടിയ കാര്യങ്ങൾക്കൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര ശക്തമാണോ, എത്ര പോസിറ്റീവായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ചായിട്ടായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. ഡിയേഴ്സ്, എല്ലാവരും സന്തോഷമായിരിക്കുക. ഓക്കെ, താങ്ക് യു.